നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില വാക്കുകളൊന്നും തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഒരു സമൂഹ മധ്യത്തിൽ നിൽക്കുമ്പോൾ പിന്നീട് അതിനെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരാം എന്നുള്ള വഴി മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് RMP നേതാവ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം. CPIM വർഗീയതയ്ക്കെതിരെ നാട് ഒരുമിക്കണമെന്ന മുദ്രാവാക്യമായി വടകരയിൽ UDF സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനിലായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രയോഗം നടത്തിയത്. KK ശൈലജയ്ക്കെതിരായ വ്യക്തിഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനിടെയാണ് ഹരിഹരൻ വിവാദ പരാമർശം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, KK രമ MLA എന്നിവരും വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: CPMന്റെ ചില സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ തീരുമെന്നാണ്. ടീച്ചറുടെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്നാണ് പരാതി. ആരെങ്കിലും ഉണ്ടാക്കുമോ അത്? ഹരിഹരൻ പറഞ്ഞു. മറ്റാരുടെയെങ്കിലും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമെന്നും ഒരു നടിയെ പരാമർശിച്ചുകൊണ്ടാണ് ഹരിഹരൻ പറഞ്ഞത്. ഇതാണ് വിവാദമായത്. ആ മലയാള നടിയുടെ പേരും KS ഹരിഹരൻ എടുത്തു പറഞ്ഞു. ഈ പറയുന്ന വീഡിയോ ആരുണ്ടാക്കി? ഇതുണ്ടാക്കിയതിൽ P മോഹനന്റെ മകൻ നികിദാസ് ജൂലിയസിന് വല്ല ബന്ധമുണ്ടോ? P മോഹനന്റെ ലതികയുടെയും മകൻ നികിദാസ് ജൂലിയസ് ആണല്ലോ കോഴിക്കോട് ജില്ലയിൽ CPMന്റെ സൈബർ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവനാണല്ലോ PV അൻവർ MLAയുടെ പ്രധാനപ്പെട്ട ആൾ. ഇന്ദു മേനോൻ എന്ന എഴുത്തുകാരി പറയുന്നത് പ്രകാരമാണെങ്കിൽ അവനാണല്ലോ BJPയുടെ ശ്രീധരൻ പിള്ള എന്ന ഗവർണർക്ക് നേരെ കാർ ഓടിച്ചു കയറ്റി അയാളെ കൊല്ലാൻ നോക്കിയത്. ഇതൊക്കെ സൈബർ ലോകത്ത് വന്നതാണല്ലോ. ശ്രീധരൻ പിള്ളയെ പോലെ ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഓടിച്ച് അയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ശ്രീധരൻ പിള്ള പറഞ്ഞത് ചെറിയ പയ്യനല്ലേ വിട്ടേക്കു എന്നാണ്. മാർക്സിസ്റ്റിന്റെയും ഏംഗൽസിന്റെയും 2 പുസ്തകവുമായി പോയതിനാണ് അലൻ ഷുഹൈബിനെ UAPA ചുമത്തി P മോഹനന്റെ നാട്ടിലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗവർണറെ കൊല്ലാൻ ശ്രമിച്ചതിന് കേസില്ലെന്നാണ് ഹരിഹരന്റെ വാക്കുകൾ. ഇതിൽ സ്ത്രീവിരുദ്ധ പരാമർശം ചർച്ചയായതോടെ ഹരിഹരൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഖേദം പ്രകടിപ്പിച്ചു. ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമ പ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നുവെന്നാണ് ഹരിഹരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയെ തള്ളി KK രമയും രംഗത്ത് വന്നിരുന്നു. ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് ഉണ്ടായത്. തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി വിവാദത്തിന് പ്രസക്തിയില്ലെന്നാണ് അവർ പറഞ്ഞത്. വടകരയിൽ UDF നടത്തിയ ഹീനമായ സ്ത്രീവിരുദ്ധ പ്രചാരണങ്ങൾക്ക് അടിവരയിടുന്ന പ്രസംഗമാണ് UDF RMP നേതാവ് ഹരിഹരൻ നടത്തിയതെന്നാണ് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതികരിച്ചത്. മര്യാദയുടെ സകല സീമകളും ലംഘിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം വടകരയിൽ വർഗീയ സ്ത്രീവിരുദ്ധ ശക്തികളുടെ കുത്തരങ്ങാക്കി മാറ്റിയ UDF ജാള്യത മറയ്ക്കാനായി നടത്തിയ പരിപാടി പോലും അതിലേറെ സ്ത്രീവിരുദ്ധ സമ്മേളനമായാണ് അവസാനിച്ചത്. ഹരിഹരൻ നടത്തിയ പ്രസംഗം സാംസ്കാരിക കേരളത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലേറെ ബഹുമാനിക്കപ്പെടുന്ന സ്വപ്രയത്നത്താൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരികളെ പോലും RMP UDF നേതൃത്വം എത്രമാത്രം നികൃഷ്ടമായ കണ്ണുകളോട് കൂടിയാണ് കാണുന്നത് എന്നത് തെളിയിക്കുന്നതാണ് പ്രസംഗം എന്ന് VK സനോജ് അത് കൂട്ടിച്ചേർത്തു. ഏതായാലും ഹരിഹരൻ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും നിരവധി ആളുകളാണ് ഇതിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കമന്റുകൾ വിടുന്നത്.